നമുക്ക് ഇന്നത്തെ മെഡിറ്റേഷൻ ആരംഭിക്കാം. എല്ലാവർക്കും പ്രപഞ്ച സൃഷ്ടാവിൽ നിന്നുള്ള രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. അതുപോലെ ഇന്നത്തെ ഒരു ദിവസത്തേക്ക് കൂടി നമ്മുടെ ആയുസ്സും ആരോഗ്യവും നീട്ടി ലഭിച്ചതിന് പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ മെഡിറ്റേഷൻ ആരംഭിക്കാം. ഇന്ന് മണി അട്രാക്ട് മെഡിറ്റേഷൻ ആണ്. എന്തുകൊണ്ടാണ് അതിനു മുന്നേ ഇങ്ങനെ ഈ മെഡിറ്റേഷനുകളൊക്കെ ഞാനിപ്പോ അപ്ലോഡ് ചെയ്യലുണ്ട് യൂട്യൂബിലേക്ക്. അപ്പൊ പല ആളുകള് പക്ഷെ ഒന്നോ രണ്ടോ കമാൻഡുകൾ മാത്രമാണ്, ഒന്ന് മാത്രം കേട്ടോ ഇതുവരെ ഒരു കമാൻഡാണ് എനിക്ക് നെഗറ്റീവായിട്ട് കിട്ടിയത്. ബാക്കി മുഴുവൻ താങ്ക് യു ടീച്ചർ, വളരെ ഉപകാരമുണ്ട്, ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഒരു വ്യക്തി അലർജി തുടങ്ങിയ ഏതൊരു അസുഖത്തിന്റെ പേര് അറിഞ്ഞ അതൊക്കെ സുഖമായിട്ടുണ്ട് ഈ മെഡിറ്റേഷൻ എന്നും കേൾക്കുന്നതിലൂടെ എന്നൊക്കെ പറഞ്ഞ് നല്ല അഭിപ്രായങ്ങളുണ്ട്. ഒരൊറ്റ ആള് മാത്രമാണ് മോശമായിട്ടുള്ള അഭിപ്രായം ഇട്ടത്. അപ്പൊ അതുകൊണ്ട് നിങ്ങള് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായല്ലോ, 2-3 മാസമായിട്ടുണ്ടാവും നിങ്ങൾ തുടർച്ചയായിട്ട് അധിക ആളുകളും ഈ മെഡിറ്റേഷനിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കുള്ള അനുഭവം ഈ മെഡിറ്റേഷൻ കൊണ്ട് ഉപകാരമാണോ അല്ലെങ്കിൽ ദോഷമാണോ ഉള്ളത് എന്ന് ഒന്ന് അഭിപ്രായം പറഞ്ഞതിന് ശേഷം നമുക്ക് മെഡിറ്റേഷനിലേക്ക് പ്രവേശിക്കാം. എന്താണ് നിങ്ങൾ അഭിപ്രായം പറഞ്ഞത്? പറഞ്ഞോളി. ഉപകാരപ്രദമാണ്. എന്തെങ്കിലും ഹെൽത്തിലൊക്കെ മാറ്റം ഫീൽ ചെയ്തിട്ടുണ്ടോ? നമ്മൾ അനുഭവിക്കുന്ന വേദനകളോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കുറഞ്ഞതായിട്ടോ അല്ലെ മെന്റൽ ഹെൽത്ത് സ്ട്രോങ് ആയി നമുക്ക് നല്ലൊരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റിയതായിട്ടോ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. അസുഖങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. വേദന ഒന്നും ഇപ്പൊ ഇല്ല. മെന്റൽ ഹെൽത്ത് സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. മെന്റൽ ഹെൽത്ത് സ്ട്രോങ് ആയിട്ടുണ്ട്. നിന്നതിനെ കൊണ്ട് കുറച്ചായ ബുദ്ധിമുട്ടാണ്. ഇടയ്ക്ക് ഞാൻ നിന്നിരുന്ന അസുഖമായിട്ട് ചെയ്യാൻ പറ്റാതായിരുന്നു. ഇപ്പൊ ശരിയായി വരുന്നുണ്ട്. ഇനി വേറെ ആർക്കെങ്കിലും ഉണ്ടോ അഭിപ്രായം പറയാന്? എനിക്ക് നല്ല മനസ്സ് സമാധാനമുണ്ട്. എവിടെ പോകാനുള്ള കോൺഫിഡൻസ് ഉണ്ട്. അത് നല്ല സമാധാനത്തിൽ നിൽക്കുന്നുണ്ട്. ഞാൻ പെരിയിലായാലും എന്തായാലും എന്തും ആരോടും എന്തും പറയാനും ഇരിക്കാനുള്ള ഒരു മനസ്സിന് സമാധാനമുണ്ട്. പിന്നെ ഷുഗറിന് ആക്കണ്ട്. ആദ്യം ഷുഗർ പേഷ്യന്റ് ആയിരുന്നോ? ആയിരുന്നു. ഞാൻ എന്റെ ഭർത്താവ് ഉള്ളന്ന് എന്റെ ഭർത്താവ് ഷുഗർ പേഷ്യന്റ് ആണ്. പക്ഷെ പിന്നെ ഞാൻ ഗുളിക നിർത്തി. പിന്നെ ഇപ്പൊ അതിന്റെ അടിയിൽ ചിലപ്പോ നമ്മള് മനുഷ്യരല്ലേ, കുറച്ച് മനസ്സ് കുറച്ചൊക്കെ ഇതായി വരൂലേ. അപ്പൊ പിന്നെ കുറച്ചൊന്ന് അങ്ങനെ മനസ്സ് അങ്ങനെ ആവാൻ നമ്മൾ സമ്മതിക്കരുത്. എന്നാലും എനിക്ക് സമാധാനത്തിൽ വരുന്നുണ്ട്. എനിക്ക് എന്ത് കാര്യത്തിനും എനിക്ക് അങ്ങനെ ഒരു മനസ്സിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് ഒന്നും വരുന്നില്ല. ഭയങ്കര ഈ സമാധാനം ഇല്ലായ്മ ഒന്നും വരുന്നില്ല. എന്ത് തന്നെ കേട്ടാലും അത് ഒഴിവാക്കി കളയാന്നല്ലാതെ ഒന്നുമില്ല. ഒരു കേസിലാണെങ്കിലും വേറിലാണെങ്കിലും എനിക്ക് കോടതി പോകാനോ വേറിലിനൊക്കെ ഒരു ഭയമുള്ള ഒരാളാണ്. എനിക്ക് കോടതിയിൽ വരെ കാണുമ്പോൾ കോടതി കാണാൻ ഒരു പേടിയുള്ള ഒരാളാണ്. അതൊന്നും പേടില്ല. ഞാന് വക്കീൽ വിളിച്ചു ഞാൻ പോവും. അങ്ങനൊക്കെയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ എല്ലാം നല്ല നിലയിൽ നേരിടാനുള്ള ഒരു തന്റെ ഇടം ലഭിച്ചിട്ടുണ്ട്. താങ്ക് യു. ഇങ്ങനെ എല്ലാവരിലും ഒരു മാറ്റം ഉണ്ടാവണമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെ മെഡിറ്റേഷൻ കൊടുക്കുന്നത്. അപ്പൊ എന്റെ ജീവിതത്തിലും നല്ലൊരു മാറ്റം ഇതിലൂടെ ഉണ്ടായത് അനുഭവിച്ചത് കൊണ്ടാണ് ഇത് സമൂഹത്തിന് പകർന്നു കൊടുക്കുന്നത്. അപ്പൊ അങ്ങനത്തെ അഭിപ്രായങ്ങൾ പറയുന്നവര് ഞാൻ ഒറ്റക്ക് കോഴിക്കോട് പോണ്. ഞാന് കമറിന്റെ അടുത്ത് പോയി. ഞാൻ പെരുന്നാളിന് കമറിന്റെ അടുത്ത് ഞാൻ അതിന് പോയി. ഞാൻ അങ്ങനെ ഒറ്റക്ക് കൊടുക്കും പോകണ ഒരാളൊന്നല്ലേ. അപ്പോ നല്ല മാറ്റം, മെന്റൽ ഹെൽത്ത് സ്ട്രോങ് ആയി ലൈഫില് മാറ്റം വന്നു. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇന്ന് നമ്മൾ മണി അട്രാക്ട് മെഡിറ്റേഷൻ ആണ്. എന്തുകൊണ്ടാണ് ഈ പണം നമ്മളിലേക്ക് വരുവാൻ, പണത്തെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുവാനുള്ള ഈ മെഡിറ്റേഷൻ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലായിക്കൊണ്ട് നടത്തുന്നത് എന്ന് ചോദിച്ചാല്, ഇന്ന് നമ്മളെ ചുറ്റിലുമുള്ളവരെ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ടവരാണ് കൂടുതലായിട്ടുള്ളത്. ശരിക്ക് പാവപ്പെട്ടവരും പണക്കാരും ഒരുപോലെ ആവേണ്ട അവസ്ഥക്ക്, അല്ലെങ്കിൽ പണക്കാർ കൂടുതലും പാവപ്പെട്ടവർ കുറഞ്ഞ ഒരു അവസ്ഥയിലും ആവേണ്ട ഒരു സാമൂഹിക അന്തരീക്ഷത്തിന് പകരം
പാവപ്പെട്ടവര് കൂടുതലും പണക്കാര് കുറവുമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ നമ്മളുടെ സാധാരണക്കാരുടെ പണത്തോടുള്ള ഒരു മനോഭാവം, നമുക്ക് ഇതൊന്നും നേടാൻ കഴിയൂല, നമുക്ക് വിദ്യാഭ്യാസം ഇല്ല, അല്ലെ നമുക്ക് ജോലിയില്ല, നമ്മൾ ഇങ്ങനെയാണ് എന്നിങ്ങനെയുള്ള കുറെ സെൽഫ് ഇമേജ് ഡൗൺ ആയിക്കൊണ്ടുള്ള നെഗറ്റീവ് ചിന്തകൾ നമ്മൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്നത് കാരണം അറിയാതെ വീണ്ടും വീണ്ടും സാമ്പത്തികമായി പ്രയാസം നേരിടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതാണ് കാണുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിൽ നമ്മൾ ആദ്യം സമ്പത്തുണ്ടാക്കുമ്പോൾ, അതുപോലെ നമ്മുടെ പണത്തോടുള്ള മനോഭാവം നമുക്ക് മാറ്റാൻ കഴിയുമ്പോൾ നമ്മളിൽ തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും. ഇപ്പൊ ഒരാഴ്ച അല്ല, രണ്ടാഴ്ച മുന്നേ എൻ്റെ മകന് +2 പഠിക്കുന്ന, ഇപ്പൊ വെക്കേഷൻ ആണല്ലോ, എക്സാം ഒക്കെ എഴുതി ഇങ്ങനെ ഫ്രീ ആയി നിൽക്കുന്ന സമയം, അതുകൊണ്ട് അവൻ എന്തെങ്കിലും ഒരു ചെറിയൊരു എന്റർടൈൻമെന്റ് ആയിക്കൊണ്ടും അതുപോലെ വരുമാനം ഉണ്ടാക്കാമെന്നൊക്കെ ഉദ്ദേശിച്ച് ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങി. അത്ര വിലയൊന്നുമില്ല, എന്നാലും ഒരു വണ്ടി വാങ്ങി. അപ്പൊ ഈ വാങ്ങിയ വിവരം ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളോട് ഞാൻ പങ്കുവെച്ച്, ഇങ്ങനെ മോനെ ഒന്ന് വാങ്ങിയിട്ടുണ്ട്, സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും എന്ന് പറഞ്ഞപ്പോ ഉടനെ ആ വ്യക്തി എന്നോട് ചോദിച്ച ഒരു ചോദ്യം: നിങ്ങൾ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ എന്തിനാണ് കാറ് വാങ്ങിയത്? ആരെങ്കിലും സക്കാത്തിന്റെ പൈസ തരുന്നത് ഇല്ലാതാവൂലേ കാറൊക്കെ മുറ്റത്ത് നിർത്തിയിട്ടത് കണ്ടാൽ എന്ന്. അപ്പൊ ഇങ്ങനെയാണ് അധിക ആളുകളുടെയും. ശരിക്കും ആ ചോദിച്ച വ്യക്തി അത്യാവശ്യം നല്ലൊരു സാമ്പത്തികമായിട്ടുള്ള നിലപാടുള്ള ആളാണ്. പക്ഷെ ഈ ഒരു മനോഭാവം കാരണം കൂടുതൽ സാമ്പത്തികമായി പ്രയാസം നേരിടുന്നത് എനിക്ക് ശരിക്കും അറിയാം, ആ വ്യക്തിന്റെ ജീവിതവും കുടുംബത്തിനെയൊക്കെ പറ്റി. അപ്പൊ ഈ ഒരു മനോഭാവം നമുക്ക് മാറ്റാൻ കഴിയാത്തതാണ്. ഇപ്പോ ഓരോ ആഘോഷങ്ങളും ഇതൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് മറ്റുള്ളവർ ഡ്രസ്സ് എടുത്തു തരണം, നമുക്ക് മറ്റുള്ളവർ പണം തരണം, നമ്മുടെ ആവശ്യങ്ങൾക്ക് മറ്റുള്ളവർ എന്നെ സഹായിക്കണം, ഞാൻ പൈസ ഇല്ലാത്ത വ്യക്തിയാണ് എന്നിങ്ങനെ നമ്മൾ അറിയാതെ മൈൻഡ് സെറ്റ്, പാവപ്പെട്ട ഒരു മൈൻഡ് സെറ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ഉള്ളിൽ ഉള്ളത്. അപ്പൊ ഈ ഒരു മാനസികാവസ്ഥ, ഇത്തരം ഒരു മനസ്സിനെ നമ്മൾ എത്ര കാലം മുന്നോട്ട് നീക്കുന്നുവോ അത്രയും നമ്മൾ സാമ്പത്തികമായിട്ട് പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കും. ഉയർന്നൊരു അവസ്ഥയിലേക്ക് എത്തുന്നതിന് പകരം സാമ്പത്തികമായി പരാതികളുള്ള, പരാജയമുള്ള ഒരു ജീവിതമാണ് നമുക്ക് തിരിച്ചു കിട്ടുക. എന്നോട് ആ വ്യക്തി അങ്ങനെ ചോദിച്ചപ്പോൾ സത്യത്തിൽ ഞാൻ അത്ഭുതപ്പെടുകയാണ് ചെയ്തത്. കാരണം ഒരാളുടേതും കിട്ടാതെ ജീവിക്കണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഇപ്പോ നിങ്ങൾ എനിക്ക് ഒരു 100 രൂപ തന്നു, അല്ലെ ഒരു 500 രൂപ തന്നു, 1000 തന്നു, നിങ്ങൾക്കത് വലിയൊരു സംഖ്യയായിട്ട് ഫീൽ ചെയ്യും. ഞാൻ അവൾക്ക് 1000 രൂപ കൊടുത്തു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഷോപ്പിലേക്കോ അല്ലെ വേറൊരു ആശുപത്രിയിലേക്കോ വേറെന്തെങ്കിലും ഒരു ആവശ്യത്തിന് അത് എടുക്കുമ്പോ, അത് ഒന്നോ രണ്ടോ സാധനങ്ങൾ വാങ്ങാനായിരിക്കും ചിലപ്പോൾ ഉപയോഗിക്കല്. അതിന് പകരം ഒരാളിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ഒരാൾ നമുക്ക് തരുന്നതിനും പകരം നമ്മൾ തന്നെ നമ്മുടെ കഴിവുകൾ കണ്ടെത്തി, അറിവുകൾ നേടി, എനിക്ക് ആരുടേതും വേണ്ട, സാമ്പത്തികമായിട്ട് എനിക്ക് തന്നെ ഒരു ഭദ്രത ഉണ്ടാവണം, എനിക്കും മറ്റുള്ളവർക്ക് ഇതുപോലെ കൊടുക്കാൻ കഴിയണം എന്നിങ്ങനെ ഒരു മാനസികാവസ്ഥ നമ്മൾ വെച്ച് പുലർത്തുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ആരുടേതും വേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ, സാധാരണ നമ്മുടെ ഈ സമൂഹത്തിലുള്ള സിസ്റ്റം എന്ന് പറഞ്ഞാല് ഒരാഘോഷങ്ങളും ഇതൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ പരസ്പരം കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷെ ആഗ്രഹിക്കരുത്. എനിക്ക് പണമുണ്ടെങ്കിൽ എനിക്ക് മറ്റുള്ളവരോട് സ്നേഹം ഉണ്ട് എന്നറിയാൻ വല്ല ഡ്രസ്സോ അല്ലെങ്കിൽ പൈസയോ സാധനങ്ങളോ കൊടുക്കുന്നത് അത് ഒരു പുണ്യമുള്ള കാര്യമാണ്, കൊടുക്കുകയും വേണം. പക്ഷെ ഞാൻ ആഗ്രഹിക്കരുത്, ഞാൻ പാവപ്പെട്ട ഒരാളാണ്, എനിക്ക് പണമില്ല, എനിക്ക് ആരുടെയെങ്കിലും സഹായം ലഭിക്കണം, എനിക്ക് പണം ഉണ്ടാക്കാൻ കഴിയൂല എന്നിങ്ങനെയുള്ള ചിന്തകൾ കൊടുത്ത് ഒരു കാരണവശാലും നമ്മൾ ഒരാളുടേതും നമ്മൾ ആഗ്രഹിക്കരുത്. ഈ ആഗ്രഹിക്കുമ്പോൾ പണ്ടാരോ പറയലുണ്ടല്ലോ, ഇങ്ങനെ മറ്റുള്ളവരോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നവൻ മരണം വരെ ചോദിക്കുന്ന അവസ്ഥയിലായിരിക്കും ഉണ്ടാവല്. ഇരന്ന് ജീവിക്കുന്നവൻ ഇരന്നുകൊണ്ടായിരുന്നു ജീവിക്കുക. അപ്പൊ നമ്മൾ ഒരിക്കലും ഒരാളുടേതും ആഗ്രഹിക്കാതെ, നമുക്ക് ഇങ്ങോട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ അങ്ങോട്ട് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുക. ഇങ്ങോട്ട് ആഗ്രഹിക്കുന്നതിന് പകരം അങ്ങോട്ട് കൊടുക്കണം. അങ്ങനെ ആ ഒരു ചിന്ത, നമ്മളൊരു പണക്കാരനാണ്, എന്നിലേക്ക് പണം ഒഴുകുന്നു, എന്റെ സാമ്പത്തിക അവസ്ഥയിൽ മാറ്റം വരുന്നു, പണം എന്നുള്ളത്
പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമാണ്. എല്ലാറ്റിനും ഭർത്താക്കന്മാരോട് അല്ലെ ഭാര്യ ജോലിയുള്ള ആളാണെങ്കിൽ അവളുടെ പണം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് ഞാൻ എന്ന വ്യക്തിത്വത്തിന് ചേർന്നതല്ല. ആ വ്യക്തി എങ്ങനെ പണം ഉണ്ടാക്കുന്നുവോ അതുപോലെ എനിക്കും എന്റെ കഴിവുകൾ ഉപയോഗിച്ച് ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര അനുഗ്രഹീതമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. പണ്ടത്തെ പോലെയല്ല. ഇന്ന് എനിക്ക് ഒരു ബിസിനസ് തുടങ്ങണം, അല്ലെ എനിക്ക് എൻ്റെ ഉള്ളിലുള്ള കഴിവിനെ മനസ്സിലാക്കി എന്ത് സാധനമാണോ ഉണ്ടാക്കാൻ പറ്റുന്നത് നമുക്ക് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് അത് ചെലവാക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ ഇത്തരം അറിവുകളുടെ അഭാവം കാരണം പണമില്ലാത്തവർ, സാമ്പത്തികമായി പ്രയാസം നേരിടുന്നവർ ആ വിഷമത്തിൽ തന്നെ നിന്നുകൊണ്ട് ടെൻഷൻ അടിച്ച് ഒരുപാട് രോഗങ്ങൾ വരുത്തി അതിനും ചികിത്സിക്കാൻ പണമില്ലാതെ വീണ്ടും ടെൻഷൻ അടിച്ച് ജീവിതം പരാജയത്തിൽ നിന്നും പരാജയത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു അവസ്ഥ. ശരിക്ക് ഈ ഒരു അവസ്ഥയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നതിന് പകരം നമുക്ക് ഉയർന്ന സമ്പത്തുള്ള സമാധാനമുള്ള പണമുള്ള ഒരു അവസ്ഥയിലേക്കും ഉയരാനുള്ള ഒരു ഓപ്ഷൻ, ഒരു അവസ്ഥ നമ്മുടെ മുന്നിൽ ഉണ്ടായിക്കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്നത്. ആ പരാജയം സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് വിജയവും സ്വീകരിക്കാനുള്ള ഒരു മാർഗം നമ്മുടെ മുന്നിലുണ്ട്. ഇതാണ് ആദ്യത്തെ മാർഗം. എനിക്ക് ആരുടേതും വേണ്ട, ഞാൻ പട്ടിണി കിടന്നാലും പ്രയാസം സഹിച്ചാലും വേണ്ടില്ല, എനിക്ക് ഞാൻ അധ്വാനിച്ച എന്റെ കഴിവ് ഉപയോഗിച്ച് എന്റെ അറിവുകൾ ഉപയോഗിച്ച് എനിക്ക് നേടുന്ന പണം മാത്രം മതി എന്നിങ്ങനെ ഒരു ഉറച്ച തീരുമാനം. അപ്പൊ പൈസ ഇല്ലാഞ്ഞാൽ ആവശ്യങ്ങൾക്ക് എന്ത് ചെയ്യും? ഒരിക്കലും സൃഷ്ടിച്ച ആ ശക്തി നമ്മളെ കഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വിടൂല. പക്ഷെ നമ്മളാണ് ഈ കഷ്ടപ്പാട് സ്വീകരിക്കുന്നത്. നമുക്ക് മുന്നിൽ മാർഗങ്ങൾ തുറക്കുന്നത് നമ്മളാണ് ഇല്ലാതാക്കുന്നത്. മറ്റുള്ളവൻ്റെത് ആഗ്രഹിച്ച് മറ്റുള്ളവരുടേത് എനിക്ക് കിട്ടട്ടെ, അവൻ പണക്കാരനാണല്ലോ, അവൻ എന്താ പാവങ്ങൾക്ക് കൊടുത്തൂടെ, അവനെ പോലെ എനിക്കും പണക്കാരനാവാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ട് എന്ന് ചിന്തിക്കാതെ അവന്റെ ഉള്ളിലുള്ള ആത്മശക്തിയും കഴിവും ഉപയോഗിച്ചത് കൊണ്ട്, ചിന്തകൾ മാറ്റിയത് കൊണ്ട്, പണം ഉണ്ടാവണമെന്ന് തീവ്രമായി ആഗ്രഹിക്കുന്നത് കൊണ്ട് അവന്റെ ഉള്ളിലുള്ള മൈൻഡ് സെറ്റിനെ പണക്കാരനാണ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് മാറ്റി കെട്ടിയത് കൊണ്ട് അവന്റെ ലൈഫിൽ മാറ്റം ഉണ്ടായി. അതുപോലെ നമ്മളും നമ്മുടെ മനസ്സിന്റെ സെറ്റിനെ, ഉള്ളിലുള്ള മാനസികാവസ്ഥയെ മാറ്റാൻ നമുക്ക് സാധിച്ചാൽ, നിരാശയും സങ്കടവും ദുഃഖവും ഒക്കെയാണ് നമ്മുടെ മനസ്സിലൂടെ മിന്നിമറയുന്നതെങ്കിൽ ആകർഷണ സിദ്ധാന്ത നിയമപ്രകാരം നമ്മൾ പ്രയാസത്തിലേക്ക്, പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ആകർഷിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. പകരം ജീവിക്കുന്നത് പ്രയാസത്തിലും പ്രശ്നങ്ങളിലുമാണെങ്കിലും മനസ്സിൽ നമ്മൾ സന്തോഷവും ഒരുപാട് പണം ഉള്ളതായിട്ടൊക്കെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്തുകൊണ്ട്, മനസ്സിൽ ആ ചിത്രം കണ്ടുകൊണ്ട് എന്റെ ആവശ്യങ്ങൾക്കുള്ള പണം എനിക്ക് ലഭിക്കുന്നു, ഞാൻ പണക്കാരനാണ്, പണക്കാരിയാണ് എന്ന് മനസ്സിൽ നമുക്ക് സ്വപ്നങ്ങൾ കാണാനൊന്നും എവിടെ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. എന്താണോ നമ്മുടെ മനസ്സിൽ ചിന്തകളായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നത് അതിലേക്കാണ് നമ്മൾ അട്രാക്ട് ചെയ്ത് നല്ലൊരു ലൈഫ് നമുക്ക് ലഭിക്കുക. അതുകൊണ്ടാണ് APJ അബ്ദുൽ കലാം, അതേപോലെ ലോകം മുഴുവൻ സഞ്ചരിച്ച സന്തോഷ് ജോർജ് കുളങ്ങര എന്ന ഈ രണ്ട് സഹോദരന്മാരൊക്കെ കാര്യമായിട്ട് നമ്മുടെ സമൂഹത്തോട്, കേരള ജനതയോട് പറയുന്നത്, ഇന്ത്യൻ ജനതയോടും എല്ലാവരോടും പറയുന്നത്, നിങ്ങൾ സ്വപ്നം കാണൂ എന്നാണ്. അപ്പൊ ഈ സ്വപ്നം കാണുക എന്നുള്ളതിന് നമ്മുടെ മനസ്സിൽ ചിത്രങ്ങളായിക്കൊണ്ട്, ഭാവനകളായിക്കൊണ്ട്, ഫീലിങ്സ് ആയിക്കൊണ്ട് നമ്മൾ കാണുന്നത് എന്താണോ അതിലേക്കാണ് നമ്മൾ അട്രാക്ട് ചെയ്ത് നമ്മുടെ ജീവിതം എത്തിപ്പെടുക. അപ്പൊ ദരിദ്രാവസ്ഥ ഇങ്ങനെ മറ്റുള്ളവരുടേത് കിട്ടണം, സകാത്ത് കിട്ടണം, അല്ലെ മറ്റുള്ളവര് സാമൂഹികമായിട്ട് എനിക്ക് ആരെങ്കിലുമൊക്കെ എന്തൊക്കെ സഹായിക്കണം എന്നിങ്ങനെയുള്ള മനോഭാവം നമ്മൾ വെച്ച് പുലർത്തുമ്പോൾ കൂടുതൽ ഇറക്കുന്ന, അതായത് മറ്റുള്ളവരുടേത് സാമൂഹികമായിട്ട് മറ്റുള്ളവർ നമ്മളെ സഹായിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് രോഗങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റു ആക്സിഡന്റോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട് കൂടുതൽ യാചിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കും. അപ്പൊ അതുകൊണ്ട് ഇത്തരം അവസ്ഥകളൊന്നും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ നമ്മൾ ഇന്ന് തന്നെ മനസ്സിൽ തീരുമാനമെടുക്കുക. എന്റെ ഉള്ളിലുള്ള കഴിവുകൾ എന്താണ്? അപ്പൊ നമുക്ക് സൃഷ്ടാവ് ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ഒളിപ്പിച്ചു വെച്ച ഒരു കഴിവ് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുണ്ട്.
ആത്മശക്തിയിലുണ്ട്. പക്ഷെ ഈ കഴിവിനെ കണ്ടെത്താനോ അതിനെപ്പറ്റി ചിന്തിക്കാനോ നമുക്ക് നേരല്ല. നമ്മുടെ നേരം മുഴുവനും, നമ്മുടെ സമയങ്ങള്, നമ്മുടെ ചിന്തകൾ മുഴുവനും മറ്റുള്ളവരെ പറ്റി ചിന്തിക്കാനാണ്. അപ്പുറത്തെ വീട്ടിലും അപ്പുറത്തെ ഇതിലൊക്കെ എന്താണ് സംഭവിക്കുന്നത്, എന്നെ പറ്റി ആരൊക്കെയാണ് കുറ്റങ്ങൾ പറയുന്നത്, എന്നെ പറ്റി എന്നെ ആർക്കും ഇഷ്ടമല്ല, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്താണ്, എന്നെ ആരും സഹായിക്കണില്ല എന്നിങ്ങനെയുള്ള വേണ്ടാത്ത കുറേ ചിന്തകൾ, നെഗറ്റീവ് ചിന്തകൾ, നമ്മളെ തന്നെ തളർത്തുന്ന, തകർക്കുന്ന, നമ്മളെ രോഗങ്ങളിലേക്ക് നയിക്കുന്ന, ശരീരവേദനകളും പല പ്രശ്നങ്ങളും നമ്മളിൽ ഉണ്ടാക്കുന്ന ഇത്തരം ചിന്തകൾ, വേസ്റ്റ് ചിന്തകൾ, മലിനമായിട്ടുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ കൊണ്ടു നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ എവിടെയും എത്താതെ ഒരു സാധാരണക്കാരനായ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ജീവിച്ചു പോവേണ്ടി വരുന്നത്. അപ്പൊ നമ്മുടെ ചിന്തകൾക്ക് വളരെ പവർഫുൾ ആയ ഒരു അട്രാക്റ്റീവ് പവർ ഉണ്ട്. ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ചിന്തകൾ എങ്ങനെ മുന്നോട്ട് നീക്കണം എന്ന് നമുക്ക് അറിയാത്തത്. അപ്പൊ ഇത്തരം ഈ നെഗറ്റീവ് ചിന്തകൾ മാത്രം വരുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ഉള്ളിലുള്ളതെങ്കിൽ, നമ്മൾ വാഹനങ്ങളൊക്കെ വർക്ക്ഷോപ്പ് കയറ്റുന്നത് പോലെ നമ്മളും ഇത്തരം മൈൻഡ് റീവയറിങ് അല്ലെങ്കിൽ ബ്രെയിൻ റീവയറിങ് പറഞ്ഞ രൂപത്തിൽ നമ്മുടെയൊക്കെ ചിന്തകൾ ശരിയാക്കുന്ന ഇത്തരം കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ, ഇത്തരം ക്ലാസ്സുകളിലൂടെയൊക്കെ നമുക്ക് നല്ലൊരു നിലപാടിലേക്ക്, മനസ്സിന് ശക്തിയുള്ള, മെന്റൽ പവറുള്ള, തീരുമാനമെടുക്കാൻ കഴിവുള്ള അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇപ്പോൾ എത്രയോ വീഡിയോസിലൊക്കെ പണം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ പണം നന്നായി ഒഴുകാൻ എന്നൊക്കെയുള്ള വീഡിയോസിൽ ഇത്തരം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത ആളുകളുടെ അനുഭവങ്ങളാണ് അവർ പങ്കുവെക്കുന്നത്. കാരണം ഓപ്പറേഷൻ വരെ പറഞ്ഞ കേസിൽ, കാണിക്കുന്ന ഡോക്ടർമാർ മുഴുവനും ഓപ്പറേഷൻ പറഞ്ഞ കേസിൽ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തതിലൂടെ ഓപ്പറേഷൻ ഇല്ലാതെ, ഇപ്പൊ കഴിഞ്ഞ ആഴ്ച പോലും ഞാൻ ആ വ്യക്തിനോട് വിളിച്ചു ചോദിച്ചു, മെന്റൽ ഹെൽത്ത് ഡൗൺ ആയി ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നോ എന്നറിയാൻ. അപ്പോഴും അവര് പറഞ്ഞത് പിന്നീട് ഓപ്പറേഷത്തിന്റെ ആവശ്യം വന്നിട്ടില്ല, ആ കാലിന്റെ വേദന, ആ മുട്ടുവേദന പൂർണ്ണമായും എനിക്ക് ഒരു പ്രയാസവും ഇല്ലാത്തൊരവസ്ഥയിലൂടെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ, 1, 2, 3, 10 അനുഭവങ്ങളെല്ലാം ഉള്ളത്. അപ്പൊ ഇത്തരം ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് അപ്പോഴും നമ്മൾ ചിന്തിക്കൽ പൈസ വേണ്ടേ, പണം എന്നുള്ളത് നമ്മുടെ മനോഭാവത്തിനനുസരിച്ചാണ്. നമ്മൾ അതിനോട് സ്വീകരിക്കുന്ന ഒരു സമീപനം നല്ലതാണെങ്കിൽ നമ്മളിലേക്ക് പണം വന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ എനിക്ക് പണമില്ല, ഞാൻ പാവപ്പെട്ടവനാണ്, എനിക്ക് പണം ഉണ്ടാക്കാൻ കഴിയൂല തുടങ്ങിയ ചിന്തകളാണ് നമ്മൾ മുന്നിലേക്ക് നയിക്കുന്നതെങ്കിൽ, നമ്മളെ മനസ്സിൽ കൊണ്ടു നടക്കുന്നതെങ്കിൽ, നമുക്ക് ഒരു പുരോഗതിയും ഇല്ലാതെ കൂടുതൽ കൂടുതൽ ദരിദ്രാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ആരുടേതും വേണ്ട എന്ന് ആഗ്രഹിക്കുന്നതിലൂടെ നമുക്ക് തന്നെ ഐശ്വര്യം ഉണ്ടാവണം. എനിക്ക് തന്നെ, എൻ്റെ ഉള്ളിൽ തന്നെ ഇത്തരം കഴിവുകളുണ്ട്, അത് ഉപയോഗിച്ച് എനിക്ക് നന്നായി പണം ഉണ്ടാക്കണം, നല്ലൊരു പണക്കാരനാവണം എന്ന് തീവ്രമായി നമ്മൾ ആഗ്രഹിക്കുന്നതിലൂടെ, തീരുമാനമെടുക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരിക്കലെന്നോണം ഈ മണി അട്രാക്റ്റ് മെഡിറ്റേഷൻ, പണത്തെ നമ്മളിലേക്ക് ആകർഷിക്കുവാനുള്ള ഇത്തരം മെഡിറ്റേഷനുകൾ നടത്തുന്നത്. അപ്പോ നമുക്ക് ശരിക്ക് എന്തുകൊണ്ടാണെന്ന് അറിയൂല, അറിയാതെ ഒരു ദരിദ്രാവസ്ഥ, പാവപ്പെട്ട, സാമ്പത്തികമായിട്ട് ഇല്ല എന്നുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു ഭാവം നമ്മുടെ മനസ്സ് സ്വീകരിച്ചു പോയിട്ടുണ്ട്. ഇതിലാണ് പുണ്യം എന്ന് എങ്ങനെയാണ് ഈ ഒരു അവസ്ഥ നമ്മുടെ സമൂഹത്തിന് വന്നത് എന്നറിയില്ല. 6:10 മെഡിറ്റേഷൻ തുടങ്ങണല്ലേ? ഓക്കെ ഇപ്പൊ തുടങ്ങാം. എങ്ങനെയാണ് നമ്മളൊക്കെ ഈ മാനസികാവസ്ഥയിലേക്ക് എത്തിയത് എന്നറിയില്ല. പക്ഷെ ഈ മാനസികാവസ്ഥയിൽ നിന്ന് നമ്മൾ മോചനം നേടാൻ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അപ്പോഴും നിരാശയുള്ള ചിന്തയാണ് വരുന്നതെങ്കിൽ, ടീച്ചർ പറയുന്നതൊക്കെ വെറുതെയാണ് എന്നാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ചിന്തകൾ വരുന്നതെങ്കിൽ, തീർച്ചയായും നമ്മൾ വീണ്ടും വീണ്ടും നെഗറ്റീവിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ശുഭപ്രതീക്ഷയുള്ള, സമാധാനമുള്ള, ഐശ്വര്യമുള്ള ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തും, സാമ്പത്തികമായി ഉയർന്നൊരു നിലവാരത്തിലേക്ക് ഞാൻ എത്തും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ആ ഒരു ചിന്തകൾ കീപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ എന്തായാലും നമുക്ക് മാറ്റം സംഭവിക്കും. അതിന് നമ്മുടെ മൈൻഡിനെ റീവയർ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അപ്പൊ അതുകൊണ്ട്
എല്ലാവരും സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക. കാലുകൾ തറയിൽ തട്ടിച്ച് നട്ടെല്ല് നിവർത്തി ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഓരോ അഫർമേഷനുകൾ പറയുമ്പോൾ ആ വാക്കുകളിൽ ശ്രദ്ധ പതിച്ച് അതിന്റെ ചിത്രങ്ങൾ നന്നായി മനസ്സിൽ കണ്ട് ഉരുവിടണം. ഇപ്പോൾ നമ്മൾ ബ്രീത്ത് എക്സസൈസ് ആണ് കുറച്ച് സമയം ചെയ്യുന്നത്, അതിനുശേഷമാണ് മറ്റേതിലേക്ക് പോവല്. അപ്പൊ അതുകൊണ്ട് ശരീരം റിലാക്സ് ചെയ്തുകൊണ്ട് മനസ്സും ശരീരവും ശാന്തമാകുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് സ്വസ്ഥമായൊരു സ്ഥലത്തിരിക്കുക. എന്നിട്ട് പതിയെ കണ്ണുകളടക്കുക. ശ്വാസത്തിൽ മാത്രം നിരീക്ഷിച്ചുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നേരിയ തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടോ, ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നേരിയ ചൂട് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാം. എന്നിട്ട് നന്നായി ശ്വാസം അടിവയറ്റിൽ എത്തുന്നത് വരെ ഉള്ളിലേക്ക് എടുക്കുക. ബ്രീത്ത് ഇൻ, നന്നായി റിലാക്സ് ആയിക്കൊണ്ട് ഉള്ളിലേക്ക് എടുക്കുക. അടിവയറ്റിൽ എത്തുന്നത് വരെ ബ്രീത്ത് ഔട്ട്. ഒന്നുകൂടി ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു വായു, ഓക്സിജൻ കലർന്ന ശുദ്ധമായ വായു ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് നന്നായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ. നന്നായി റിലാക്സ് ചെയ്തുകൊണ്ട് ഉള്ളിലേക്ക് എടുക്കുക. ബ്രീത്ത് ഔട്ട്. ഇനി നാവ് മേലെണ്ണാക്കിൽ തട്ടിച്ചുകൊണ്ട് വായ ക്ലോസ് ചെയ്ത് ശ്വാസം അടിവയറ്റിൽ എത്തുന്നത് വരെ ഒന്നും കൂടി നന്നായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് വായു പുറത്തേക്ക് വിടുമ്പോൾ ഹ എന്ന് പറഞ്ഞുകൊണ്ട് വായ ഓപ്പൺ ചെയ്തുകൊണ്ട് പുറത്തേക്ക് വിടുക. കണ്ണുകൾ അടക്കണം കേട്ടോ. അതൊക്കെ ചെയ്യുമ്പോൾ നന്നായി റിലാക്സ് ചെയ്തുകൊണ്ട് നാവ് മേലെണ്ണാക്കി തട്ടിച്ച് നല്ലൊരു പണക്കാരനാണ്, വലിയൊരു വീടും നല്ലൊരു കാറും ഒരുപാട് പാവങ്ങൾ എൻ്റെ വീടിന്റെ മുന്നിൽ നിൽക്കുന്നതായും ഞാൻ അവർക്കൊക്കെ കൊടുക്കുന്നതായും മനസ്സിൽ ഫീൽ ചെയ്തുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ എല്ലാ മാലിന്യങ്ങളും മനസ്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു എന്ന് ചിന്ത കൊടുക്കുക. ബ്രീത്ത് ഔട്ട്. നമ്മളറിയാതെ നമ്മളെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റീവ് ചിന്തകളും പുറത്തേക്ക് പോകുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുക. ഒന്നുകൂടി ബ്രീത്ത് ഇൻ, നന്നായി റിലാക്സ് ചെയ്തുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എൻ്റെ ബിസിനസ് ഒക്കെ പുരോഗമിക്കുന്നതായും എനിക്ക് ഞാൻ വിചാരിക്കാത്ത രൂപത്തില് ജോലിക്കുള്ള ഐശ്വര്യമുള്ള ഒരു ജോലി ലഭിച്ചതായും നമ്മുടെ ആഗ്രഹം എന്താണോ പണവുമായി ബന്ധപ്പെട്ടുള്ള ആഗ്രഹം നേടിയതായി ചിന്തിച്ചുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ നിരാശയുള്ള ഒരുപാട് സംഗതികൾ നമ്മുടെ മനസ്സിലുണ്ട്, നമ്മൾ അറിയാതെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ട്. ഇതെല്ലാം പുറത്തേക്ക് പോകുന്നതായി, ഈ വിഷമങ്ങളെല്ലാം പുറത്തേക്ക് പോകുന്നതായി ചിന്തിച്ചുകൊണ്ട് ബ്രീത്ത് ഔട്ട് ചെയ്യാം. ബ്രീത്ത് ഔട്ട്. ഒന്നുകൂടി ബ്രീത്ത് ഇൻ,
നാവ് മേലെണ്ണാക്കിൽ തട്ടിച്ചുകൊണ്ട് ശ്വാസം നന്നായി അടിവയറ്റിനുള്ളിലേക്ക് എത്തുന്നത് വരെ റിലാക്സ് ആയിക്കൊണ്ട് ഉള്ളിലേക്ക് എടുക്കുക. ഇനി നിങ്ങൾക്ക് ആരെങ്കിലും തരാനുണ്ടെങ്കിൽ, കടം നിങ്ങൾ കൊടുത്തത് തരാനുണ്ടെങ്കിൽ ആ വ്യക്തി വരുന്നതായും നമുക്ക് ആ പണം തരുന്നതായും ഒക്കെ മനസ്സിൽ കാണുക. ശ്വാസം നന്നായി ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ആ വ്യക്തിക്ക് തരാനുള്ള മനസ്സ് ഉണ്ടാവുന്നതായി ചിന്തിച്ചുകൊണ്ട് ശ്വാസം നന്നായി ഉള്ളിലേക്ക് എടുക്കുക. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ എന്നെ സൃഷ്ടിച്ച ആ ശക്തി എനിക്ക് ജീവിക്കാൻ ആവശ്യമുള്ള മാർഗങ്ങളും തുറന്നു തരും. നല്ലൊരു സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യമുള്ള ഒരു അവസ്ഥയിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസം ഉള്ളിലേക്ക് കൊടുത്തുകൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുക. Breathe in. Breathe out. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചെറുപ്പത്തിൽ വളർത്തിയെടുത്ത പാരൻസ് അവർക്ക് നന്നായി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് പണം നൽകാൻ നമുക്ക് സാധിക്കുന്നതായി നമ്മൾ മനസ്സിൽ കാണാം. നമുക്കുണ്ടെങ്കിലാണല്ലോ കൊടുക്കാൻ പറ്റുക. അവർക്ക് കൊടുക്കണമെങ്കിൽ അവർക്ക് കൊടുക്കാൻ നമ്മളുടെ ഒരു ബാധ്യതയാണ് അവർക്ക് പണം നൽകുക എന്നുള്ളത്. അപ്പോൾ അവർക്ക് നൽകുന്നതിന് വേണ്ടി നന്നായി പണം നമുക്ക് ലഭിക്കുന്നതായി മനസ്സിൽ കണ്ടുകൊണ്ട് ബ്രീത്ത് ഔട്ട് ചെയ്യാം. ബ്രീത്ത് ഔട്ട്. ഇനി ഒന്നുകൂടി ശ്വാസം നന്നായി ഉള്ളിലേക്ക് എടുക്കുക. ബ്രീത്ത് ഇൻ. സാവകാശം ബ്രീത്ത് ഔട്ട് ചെയ്യാം. ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ നമ്മളെ ഇത്രയും നല്ല അറിവുകൾ പകർന്നു തന്ന് നമ്മളെ ഒരു ഉയർന്നൊരവസ്ഥയിലേക്ക് എത്തിച്ച അധ്യാപകർ, ഗുരുക്കന്മാർ, ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റുകൾ, സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതായി, നല്ല അവർക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ, സന്തോഷിപ്പിക്കുന്ന രൂപത്തിൽ സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതായി നമ്മൾ മനസ്സിൽ കാണാം. ഒന്നുകൂടി ബ്രീത്ത് ഇൻ. ബ്രീത്ത് ഔട്ട്. ഇനി ഞാൻ പറയുന്നതിലൂടെ അഫർമേഷൻ നിങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് പറയാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന പണത്തിന്റെ ക്ഷാമം ഞാൻ അറിയാതെ ക്രിയേറ്റ് ചെയ്തതായിരുന്നു. പണത്തെക്കുറിച്ചുള്ള നല്ലൊരു അറിവ്, നല്ല ആശ്വാസം നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന നമ്മുടെ മൈൻഡ് സെറ്റ് പണത്തോടുള്ള അട്രാക്ഷൻ വരുന്ന രൂപത്തിൽ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പണത്തിന്റെ പ്രയാസങ്ങളും എന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു. എൻ്റെ ജീവിതത്തിൽ എനിക്കാവശ്യമുള്ള പണം സമ്പാദിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ മനസ്സിലാക്കാതെ അതിൻ്റെ ഉത്തരവാദിത്തം പലരിലും ഞാൻ ചാരുകയും പലരിലേക്കും ഞാൻ അതിൻ്റെ കുറ്റങ്ങൾ ചാർത്തിക്കൊണ്ട് ഞാൻ രക്ഷപ്പെടുന്ന ഒരവസ്ഥയിലുള്ള ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ ഉള്ളിലുള്ള കഴിവുകൾ കണ്ടെത്താതെ, അതിനെ ഞാൻ പരിപോഷിപ്പിക്കാതെ, അതിനുള്ള അറിവുകൾ നൽകാതെ ഞാൻ തന്നെയാണ് ഈ സാമ്പത്തികമായി പ്രയാസം നേരിടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത്. എൻ്റെ അറിവ് കേടും എൻ്റെ നെഗറ്റീവ് ചിന്തകളുമാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരെ അറിയാതെ കുറ്റപ്പെടുത്തിയതിന്, എൻ്റെ ഉള്ളിൽ എൻ്റെ ഈ യഥാർത്ഥ സത്യം ഞാൻ തിരിച്ചറിയാൻ വൈകിയത് കൊണ്ടാണ് എൻ്റെ ലൈഫിൽ ഇത്രയും പ്രയാസങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നത്. അതുകൊണ്ട് ഡിയർ മണി, എന്നെ സൃഷ്ടിച്ച ആ ശക്തിയോടും പണത്തിനോടും ഞാൻ ആത്മാർത്ഥമായി സോറി പറയുന്നു. ഐ ആം സോറി. ഐ ആം റിയലി സോറി. പ്ലീസ് ഫോർഗീവ് മീ. എനിക്ക് എന്നോട് ക്ഷമിക്കണം. പണവും എന്നോട് ക്ഷമിക്കണം, സൃഷ്ടാവും എന്നോട് ക്ഷമിക്കണം. എനിക്കറിവില്ലാതെ ഞാൻ ഈ നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ളിൽ കൊണ്ടു നടന്ന് പണം ഉണ്ടാവുകയില്ല, പണം ഉണ്ടാക്കാൻ സാധിക്കുകയില്ല എന്ന ചിന്തകൾ കൊണ്ടു നടന്നത് കാരണമാണ് ഞാൻ ഇപ്പോൾ പണത്തിന് പ്രയാസം നേരിടേണ്ടി വരുന്നത്.
അതുകൊണ്ട് ആത്മാർത്ഥമായി ഞാൻ എൻ്റെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഞാൻ റിയലി സോറി പറയുന്നു. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ. എന്നോട് ക്ഷമിക്കണം. ഞാൻ ആത്മാർത്ഥമായി സോറി പറയുകയാണ്. എന്നോട് ക്ഷമിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് പണം എന്നിലേക്ക് ഒഴുകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയില്ല. പ്ലീസ് ഫോർഗീവ് മീ. ഐ ലവ് യു. ഞാൻ പണത്തെയും സ്നേഹിക്കുന്നു. ഞാൻ എന്നെ സൃഷ്ടിച്ച ആ ശക്തിയെയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. ഐ താങ്ക് യു. ഒരുപാട് പണം ഉപയോഗിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും മനസ്സിലേക്ക് എടുക്കാതെ, പണം ഇല്ലാത്തത് മാത്രം മനസ്സിലേക്ക് എടുത്ത് ഇപ്പോൾ ഈ സാമ്പത്തികമായി പ്രയാസം നേരിടുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തി. അതുകൊണ്ട് എനിക്ക് എൻ്റെ ആവശ്യങ്ങൾക്കെല്ലാം ഉള്ള പണം എനിക്ക് ഉപയോഗിക്കാൻ സാധിച്ചതിന് ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുന്നു. ഞാൻ ഒന്നും കൂടി എൻ്റെ ഉള്ളിൽ ഇത്തരം നെഗറ്റീവ് ചിന്തകൾ കൊണ്ടു നടന്നതിന് ഐ ആം റിയലി സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഐ ലവ് യു. ഐ താങ്ക് യു. എൻ്റെ ജീവിതത്തിൽ ജനിച്ചത് മുതൽ ഇന്ന് വരെ എൻ്റെ എല്ലാ കാര്യങ്ങളും, ജീവിതത്തിൽ വാങ്ങിയിട്ടുള്ളതും ആഗ്രഹങ്ങൾ നടന്നിട്ടുള്ളതും എല്ലാം ഈ പണം ഉപയോഗിച്ചുകൊണ്ടാണ്. ഈ പണത്തിന് ഓരോ 10 രൂപയും 1000 രൂപയും ലക്ഷക്കണക്കിന് രൂപകളും ഞാൻ കൈകാര്യം ചെയ്യുമ്പോൾ, എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇതിനെല്ലാം നന്ദി പറയാൻ മറന്നതാണ്. എനിക്ക് വീണ്ടും പണം ഉണ്ടാവുന്ന ഒരവസ്ഥയിലേക്ക് എത്താതെ പണത്തിനോടുള്ള ആ നന്ദി പ്രകടനം, പണം തന്ന ശക്തിയോടുള്ള ആ നന്ദി പ്രകടനവും ഇല്ലാത്തതാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സാമ്പത്തിക പ്രയാസത്തിന് കാരണം. അതുകൊണ്ട് ആത്മാർത്ഥമായി എന്നിൽ നിന്ന് വന്നിട്ടുള്ള ഇത്തരം തെറ്റുകൾക്ക് ഞാൻ വീണ്ടും സോറി പറയുന്നു. ഐ ആം റിയലി സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഐ ലവ് യു. ഐ താങ്ക് യു. ഇത്രയും കാലം എൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് പണം എനിക്ക് ലഭിച്ചതിനും അത് ഉപയോഗിക്കാൻ സാധിച്ചതിനും ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുന്നു. താങ്ക്സ് ടു ഗോഡ്, താങ്ക്സ് ടു മണി. പണത്തിനോടും ഞാൻ നന്ദി പറയുന്നു, സൃഷ്ടിച്ച ശക്തിയോടും. പണം എന്ന എനർജി എന്നിലേക്ക് ഒഴുകുവാൻ അവസരങ്ങൾ ഒരുക്കിയ ആ ശക്തിയോടും ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുന്നു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും ഇത്രയേറെ എന്നെ തുണച്ചതിന് ഞാൻ ഈ പണത്തെ വളരെയേറെ ഇഷ്ടപ്പെടുന്നു. ഞാൻ പണത്തെ വളരെയേറെ സ്നേഹിക്കുന്നു. ഞാൻ പണത്തെ നന്നായി ബഹുമാനിക്കുന്നു. പണം ഒരു എനർജിയാണ്. അത് തീവ്രമായി ആഗ്രഹിക്കുന്നതിലേക്ക് പണത്തിന്റെ ഒഴുക്കുകൾ നഷ്ടപ്പെടാത്ത രൂപത്തിലുള്ള സ്വഭാവമാണ് നമ്മളിൽ ഉള്ളതെങ്കിൽ തീർച്ചയായും നമ്മളിലേക്ക് പണം അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഉള്ളതിൽ നിന്ന് നമ്മൾ കൊടുക്കുമ്പോൾ പണത്തിന് നമ്മളിലേക്ക് ഒഴുകാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ പല വ്യക്തികളിലൂടെയും പല സാഹചര്യങ്ങളിലൂടെയും പല സന്ദർഭങ്ങളിലൂടെയും എൻ്റെ അടുത്ത് എന്നെ എപ്പോഴും സഹായിച്ചു കൊണ്ടിരിക്കുന്ന പണത്തിന് ആത്മാർത്ഥമായി ഞാൻ നന്ദി പറയുന്നു. അതിന് അവസരം നൽകുന്ന ആ ശക്തിക്കും ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുന്നു. പണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള എല്ലാ നെഗറ്റീവ് ചിന്തകൾക്കും ആത്മാർത്ഥമായി ഒരിക്കൽ കൂടി ഞാൻ സോറി പറയുന്നു. ഐ ആം റിയലി സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഐ ലവ് യു. ഐ താങ്ക് യു. എനിക്കിപ്പോൾ മനസ്സിലായി, ഞാൻ എൻ്റെ ലൈഫിൽ അറിയാതെ കൊണ്ടു നടന്ന നെഗറ്റീവ് ചിന്തകളാണ് എനിക്ക് പണം അട്രാക്ട് ചെയ്യുന്നതിൽ തടസ്സമാവുന്നത് എന്ന് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് എൻ്റെ ഉള്ളിൽ നിന്നും ഇത്തരം നെഗറ്റീവ് ചിന്തകളെ ഞാൻ പൂർണ്ണമായും എടുത്തു കളഞ്ഞ് ശുഭപ്രതീക്ഷയും ശുഭചിന്തയുമുള്ള പണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ലൊരു ഐശ്വര്യമുള്ള ഒരു അവസ്ഥ ഞാൻ എൻ്റെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുവാൻ ഇനി മുതൽ ഞാൻ തീരുമാനിക്കുന്നു. വേണ്ടാത്ത ചിന്തകളെ, നെഗറ്റീവ് ചിന്തകളെ, സങ്കടപ്പെടുത്തുന്ന നിരാശയുള്ള ചിന്തകളെ എൻ്റെ മനസ്സിൽ നിന്നും ഒഴിവാക്കി പണം അട്രാക്ട് ചെയ്യുന്ന, പണക്കാരനാവുന്ന, പണം എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എന്നിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ ചിന്തകൾ, ആ പ്രതീക്ഷയുള്ള ചിന്തകൾ എൻ്റെ മനസ്സിൽ നിറക്കുന്നതിന് വേണ്ടി ഞാൻ ഇനി മുതൽ എൻ്റെ ചിന്തകളെ മാറ്റിക്കെട്ടാൻ തീരുമാനിക്കുന്നു. അതുകൊണ്ട് ചിന്തകളാണ് എല്ലാത്തിൻ്റെയും ഘടകമെന്ന് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. ഇങ്ങനെ എനിക്കിനി ഐശ്വര്യമുള്ള, സമാധാനമുള്ള ഒരു ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സമ്പത്തുള്ള, സമാധാനമുള്ള, ഐശ്വര്യമുള്ള ജീവിതം. ഒരുവിധം എല്ലാ പാവങ്ങളെയും സഹായിക്കുന്ന രൂപത്തിൽ, അവരുടെ പ്രാർത്ഥനകൾ ലഭിക്കുന്ന രൂപത്തിൽ എനിക്ക് ഉയരാൻ സാധിക്കണം. എൻ്റെ പാരൻസിന് പണം നൽകുന്ന ഒരു അവസ്ഥയിലേക്ക് എനിക്ക് ഉയരാൻ സാധിക്കണം.
അവരിൽ നിന്ന് ഇങ്ങോട്ട് ആഗ്രഹിക്കുന്നതിലപ്പുറം അവരെ കൂടുതൽ അങ്ങോട്ട് സഹായിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ എനിക്ക് സാധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇനി ഞാൻ തീരുമാനമെടുക്കുന്നതും എന്റെ ജീവിതത്തെ മാറ്റുന്നതും. അതുകൊണ്ട് പണം എന്നിലേക്ക് പല മാർഗങ്ങളിലൂടെ ഒഴുകി വരുന്നതിന് ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുന്നു. ഞാൻ പണത്തെ നന്നായി ഇഷ്ടപ്പെടുന്നു. ഞാൻ എല്ലാ ദിവസവും പണത്തെ ആകർഷിക്കുന്നു. ഞാൻ നല്ല പണമുള്ള വ്യക്തിയാണ്. എനിക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉള്ളതിന് നന്ദി. എനിക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉള്ളതിന് നന്ദി. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. എനിക്ക് സമ്പത്ത് സൃഷ്ടിക്കുവാനും അത് കൈകാര്യം ചെയ്യുവാനുമുള്ള എന്റെ കഴിവിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന, ഞാൻ അറിയാതെ പല മാർഗങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന പണത്തിന് ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുന്നു. ഞാൻ പണത്തെ അഗാധമായി സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, ബഹുമാനിക്കുന്നു, അംഗീകരിക്കുന്നു. ഞാൻ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായി ഞാൻ ചിന്തിക്കുന്നു. ഞാൻ എന്നെ എത്ര കൂടുതൽ സ്നേഹിക്കുന്നുവോ അത്രയും ഞാൻ പണത്തെയും സ്നേഹിക്കുന്നു. പണം എന്നിലേക്ക് ഒഴുകി വരുന്നതായി വിവിധ മാർഗങ്ങളിലൂടെ, പ്രതീക്ഷിക്കാത്ത അവസ്ഥയിലൂടെ പണം എന്നിലേക്ക് അട്രാക്ട് ചെയ്യുന്നതായി ഞാൻ ഇപ്പോൾ മനസ്സിൽ കാണുന്നു. ഞാൻ നല്ല പണമുള്ള വ്യക്തിയാണ്. ഈ പ്രപഞ്ചത്തിന്റെ സമ്പത്തിൽ എനിക്ക് അവകാശമുണ്ട്. ഈ പ്രപഞ്ചത്തിൽ എല്ലാ സമ്പത്തും നിറച്ചുകൊണ്ടാണ് സൃഷ്ടാവ് നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ടത്. പക്ഷെ അതെങ്ങനെ സ്വീകരിക്കണം എന്നുള്ളതാണ് നമുക്കറിയാത്തത്. ഈ നെഗറ്റീവ് ചിന്തകൾ ഉള്ളിൽ കൊണ്ടു നടന്ന്, നിരാശയും ദുഃഖവും സങ്കടവും ഉള്ളിൽ കൊണ്ടു നടന്ന്, പല പ്രശ്നങ്ങളും മനസ്സിലിട്ട് കൊണ്ടു നടക്കുന്നത് കാരണമാണ് മണി ബ്ലോക്ക് വന്നതും ചെറുപ്പം മുതൽക്കുള്ള പല സാമ്പത്തിക അനുഭവങ്ങളും നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട്, ആഗ്രഹത്തിനനുസരിച്ച് പണം ലഭിക്കാത്തത് കൊണ്ട് ഇതെല്ലാം മണി ബ്ലോക്കുകളായി പണം നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുന്നതിനുള്ള തടസ്സമായിക്കൊണ്ട് പണത്തെ പറ്റി വീണ്ടും വീണ്ടും നെഗറ്റീവ് ചിന്തകൾ വെച്ച് പുലർത്തി നമ്മൾ സാമ്പത്തികമായി പ്രയാസം നേരിടുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നതിനുള്ള കാരണം ഞാൻ തന്നെയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് ആത്മാർത്ഥമായി ഒന്നുകൂടെ ഞാൻ സോറി പറയുന്നു. ഐ ആം റിയലി സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഐ ലവ് യു. ഐ താങ്ക് യു. ഐ ആം റിയലി സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഐ ലവ് യു. ഐ താങ്ക് യു. ഞാൻ നല്ല സമ്പത്തുള്ള വ്യക്തിയാണ്, സമ്പന്നനാണ്, സമ്പന്നയാണ്. ധനത്തെ വളരെയധികം ഞാൻ സ്നേഹിക്കുന്നു. ഞാൻ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും അർഹിക്കുന്നു. പരിധികളില്ലാത്ത പണം ഞാൻ ആകർഷിക്കുന്നു. പണം പ്രയാസമില്ലാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഞാൻ പണമാകുന്ന ഊർജത്തെ എന്നിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ട്, പണത്തെ ഞാൻ തീവ്രമായി ആഗ്രഹിച്ചുകൊണ്ട്, പണം ഉണ്ടാകുന്ന നേടുന്ന വിവിധ മാർഗങ്ങൾ എൻ്റെ മുന്നിൽ തുറക്കുന്നതായി ഞാൻ കണ്ടുകൊണ്ട് പണത്തെ ഞാൻ നന്നായി സ്നേഹിക്കുന്നു. പണം നന്മയാണ്. ഓരോ ദിവസവും പണം വിവിധ മാർഗങ്ങളിലൂടെ എന്നിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. Breathe in, breathe out. Breathe in, breathe out. സമ്പത്ത് സൃഷ്ടിക്കുവാനും കൈകാര്യം ചെയ്യുവാനുമുള്ള എൻ്റെ കഴിവിൽ ഞാൻ വിശ്വസിക്കുന്നു. സമ്പത്ത് സൃഷ്ടിക്കുവാനും കൈകാര്യം ചെയ്യുവാനുമുള്ള എൻ്റെ കഴിവിൽ ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. വ്യത്യസ്ത മാർഗങ്ങളിലൂടെ പണം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ആവശ്യത്തിലധികം ധനം എപ്പോഴും എൻ്റെ പക്കലുണ്ട്. എനിക്ക് പണം വളരെ ഇഷ്ടമാണ്. ഞാൻ പണത്തെ സ്നേഹിക്കുന്നു. ഞാൻ പണത്തെ ബഹുമാനിക്കുന്നു. വിവിധ മാർഗങ്ങളിലൂടെ പണം എന്നിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ സമ്പൽ സമൃദ്ധിയെ എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
സമ്പത്ത് സ്ഥിരമായി എന്നിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ പണത്തെ സ്നേഹിക്കുന്നു. ഞാൻ അനുദിനം കൂടുതൽ കൂടുതൽ റിച്ച് ആയിക്കൊണ്ടേയിരിക്കുന്നു. സമ്പത്തിന്റെ കുന്നുകളായി പണം എന്നിലേക്ക് ഒഴുകി വരുന്നു. ഞാൻ പണക്കാരിയാണ്. ഞാൻ പണക്കാരനാണ്. പണത്തെ ഞാൻ നന്നായി ഇഷ്ടപ്പെടുന്നു. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ. നന്നായി ബ്രീത്ത് ഇൻ ചെയ്യും. ബ്രീത്ത് ഔട്ട്. ഇനി രണ്ട് കൈകളും നന്നായി ചൂടാവുന്നത് വരെ വാമപ്പ് ചെയ്യാം. നന്നായി ചൂടാവുന്നത് വരെ. ചൂടാവുന്നത് വരെ വാമപ്പ് ചെയ്തുകൊണ്ട് മുഖത്തും കണ്ണുകളിലും മുഖത്തും തടവ്. എന്നിട്ട് ശരീരത്തിന്റെ വിവിധ മാർഗങ്ങളിൽ വിവിധ കൈകളിലും നെഞ്ചത്തുമൊക്കെ ഒന്ന് തടവ്. ഇങ്ങനെ നമ്മുടെ മനോഭാവം മാറ്റുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും. പക്ഷെ നിരാശയും, ഒരു സംഗതി പരീക്ഷിച്ചിട്ട് അത് നമുക്ക് നേടിയില്ല എങ്കിൽ നമ്മൾ അതിൽ നിരാശ ഒരിക്കലും വെച്ച് പുലർത്തരുത്. പ്രതീക്ഷയോടെ എല്ലാം ശരിയാവും എന്നുള്ള ആ ഒരു ശുഭപ്രതീക്ഷയോട് കൂടിയാണ് നമ്മൾ കാര്യങ്ങൾ നീക്കേണ്ടത്. തീർച്ചയായും നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ഇനി ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവുകൾ പോകുന്നതിന് വേണ്ടിയിട്ടാണ് 3 ദിവസത്തെ മണി ബ്ലോക്കിന്റെ ഒക്കെ പ്രോഗ്രാമുകൾ ചെറിയൊരു ഫീസിൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ആ EFTയിലൂടെ മണി ബ്ലോക്കിന്റെ റിമൂവ് മണി ബ്ലോക്ക് വിത്ത് EFT എന്നുള്ള ആ പ്രോഗ്രാമിലൂടെ ഒരുപാട് ആളുകൾ മാറ്റം സംഭവിച്ചതായിട്ട് അറിയിക്കാറുണ്ട്. അപ്പൊ ഈ ബാച്ചിൽ കുറേ കാലം ഒരു ഓർഡറും ലഭിക്കാതിരുന്ന ആ വ്യക്തി ഫസ്റ്റ് ഡേയിൽ അറ്റൻഡ് ചെയ്ത് പിറ്റേ ദിവസം ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞത് ഓർഡർ ലഭിച്ചു ടീച്ചറെ എന്നാണ്. ഇങ്ങനെ നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റുമ്പോൾ തീർച്ചയായും നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ വരും. ഓക്കെ, ഇനി ആ 1 മാസത്തെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് നാളെയാണ്. താല്പര്യമുള്ളവരാരാന്ന് വെച്ചാല് ജോയിൻ ചെയ്യാം. താല്പര്യമുള്ളവർ പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും ആത്മാർത്ഥമായി നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ദിവസം നല്ല സമാധാനവും സന്തോഷവും എനർജറ്റിക്കുമായിട്ടുള്ള ഒരു ദിവസമാക്കി, ഐശ്വര്യമുള്ളൊരു ദിവസമാക്കി മാറ്റട്ടെ എന്ന് എല്ലാവർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇന്നത്തെ വിഷു ദിനത്തിൽ ഒരു സന്തോഷത്തോടു കൂടി സഹോദരങ്ങൾക്ക് ആഘോഷിക്കുവാൻ, സമാധാനത്തോടു കൂടി ആഘോഷിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് ബ്ലെസ്സിങ് നേരാണ്. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തോ സംശയം ഉണ്ടോ, ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഓഫാക്കട്ടെ എന്നാല്. അൺമ്യൂട്ട് ആക്കിന്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കട്ടെ. ഒന്നുമില്ലെങ്കിൽ ഞാൻ ഓഫാക്കാം കേട്ടോ.